ഹായ്. എന്നെ ഏറ്റവും കൂടുതൽ നിരാശ നൽകിയ രണ്ട് സംഭവങ്ങളാണ്, രണ്ട് ഇൻഡസ്ട്രികളാണ്. ഒന്ന് മ്യൂസിക് ഇൻഡസ്ട്രിയും ഒന്ന് ജേർണലിസവും, പത്രപ്രവർത്തനം. ഇതിൽ രണ്ടിലും ഞാൻ പറയട്ടെ, എനിക്കൊരു ചെറിയൊരു പത്രപ്രവർത്തനത്തിൽ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ, വളരെ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ അടുത്ത നമ്മുടെ നാടുകളിലൊക്കെയുള്ള വാർത്തകൾ ആൾക്കാരെയൊക്കെ പത്രത്തിലൂടെ പരിചയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഞാനെന്നപ്പം ചെയ്യുന്ന നമ്മുടെ അടുത്തുള്ള ടൗണിൽ പോയി അവിടുത്തെ മനോരമ റിപ്പോർട്ടറെ കാണും. അവിടെ പോയി, അല്ലെങ്കിൽ മാതൃഭൂമി റിപ്പോർട്ടറെ കാണും. മനോരമ റിപ്പോർട്ടറാണ് കൂടുതൽ വാർത്ത കൊടുക്കും. അപ്പോൾ ഞങ്ങളുടെ ഒരു സംഘടനയും പിന്നെ ഞങ്ങളുടെ ഒരു കൃഷിയും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ട ആൾക്കാർ, കലാകാരന്മാർ. പോളിയോ ബാധിച്ചൊരു കലാകാരനുണ്ടായിരുന്നു, പുള്ളി നല്ല പാട്ടുപാടും. പുള്ളി മരിച്ചുപോയി. പുള്ളിയൊക്കെ പരിചയപ്പെടുത്തി. ഞങ്ങൾ അടുത്ത് പശു വളർത്തൽ ചെയ്തൊരു പാട്ടിയെ പരിചയപ്പെടുത്തി. കപ്പ കൃഷി ചെയ്തൊരു പയ്യനെ പരിചയപ്പെടുത്തി. അങ്ങനെ ചെയ്യും. പക്ഷേ ഞാൻ അത് ഒരു വിധത്തിൽ എനിക്ക് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ്. അപ്പം പോസ്റ്റ്മാന് ഞാൻ ദീപികയുടെ ഒരു പത്രപ്രവർത്തന കോളേജിൽ ക്യാമ്പസിൽ ജേർണലിസ്റ്റായിട്ട് അപ്ലൈ ചെയ്തായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഇൻ്റർവ്യൂവും എല്ലാം എൻ്റെ പപ്പായുടെ അനിയൻ്റെ വീട്ടിൽ കൊണ്ടു കൊടുത്തു. പോസ്റ്റ്മാൻ്റെ ഒരു മിസ്റ്റേക്ക്. എൻ്റെ കസിൻ സിസ്റ്റർ, ഏറ്റവും ഇളയ കസിൻ സിസ്റ്റർ, പുള്ളിക്കാരി അത് ഒരാഴ്ച കഴിഞ്ഞ് എനിക്ക് കൊണ്ടു തന്നെ. അത് അവർക്ക് അറിഞ്ഞ. അതുപോലെ തന്നെ ഒരു മിസ്റ്റേക്ക് ബന്ധുക്കാരുടെ എനിക്ക് പറ്റി. ഞാൻ മാസ്മോവിൽ എനിക്ക് റാങ്ക് 18ാമത്തെ റാങ്കിൽ കിട്ടി. ഇൻ്റർവ്യൂ എടുത്ത് എനിക്ക് എൻട്രൻസ് ടെസ്റ്റിൽ ഏതോ ഗൾഫിലും ഇവിടെയും ഇന്ത്യയിലും ഒക്കെ ആയിട്ട് നടക്കുന്ന കോട്ടയത്ത് വെച്ചാണ് ഞാൻ എഴുതിയത്. അപ്പം എനിക്ക് 18ാമത്തെ റാങ്ക് ഉണ്ടായിരുന്നു. യു ആർ സെലക്റ്റഡ് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് കോൾ വന്നു. പക്ഷേ ഇൻ്റർവ്യൂവിന് ചെന്നപ്പം പ്രായം കൂടുതലാണെന്ന് പറഞ്ഞ് നമ്മളെ ഒഴിവാക്കി. പിന്നെ ഞാൻ യൂണിവേഴ്സിറ്റി ജേർണലിസം ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരു നല്ല അനുഭവമായിരുന്നു. അന്ന് സന്തോഷ് ചൂളങ്ങരയൊക്കെ അവിടെ വെച്ച് പരിചയപ്പെട്ടെന്ന് തോന്നുന്നു. ഒത്തിരി 1999 ഈ സംഭവം. അപ്പം സന്തോഷ് ചൂളങ്ങര, പിന്നെ ഈ ഏഷ്യാനെറ്റിൻ്റെ ആരും ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല ഒരു അനുഭവമായിരുന്നു. പക്ഷെ അത് വർക്കൗട്ടായില്ല. കൂടുതൽ മുന്നോട്ട് പോകാനൊത്തില്ല. പിന്നെ വർഷങ്ങൾക്ക് ശേഷം മംഗളം പത്രം നടത്തിയ ഒരു 1 ഡേ വർക്ക്ഷോപ്പിൽ പങ്കെടുത്തത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം എന്ന് പറഞ്ഞ സ്ഥലം. പിന്നെ ഇത് ഓരോ ജേർണലിസത്തിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അവർ ചെറുപ്പത്തിലെ നമ്മളൊരു 10-28 വയസ്സിലെ അതിനുള്ളിലുള്ളവരെ അവർ കോഴ്സിന് പോലും എടുക്കത്തുള്ളൂ. അതിപ്രായം കൂടുതലുള്ളവരെ എടുക്കത്തില്ല. അല്ലെങ്കിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള വഴി വെട്ടി തെളിച്ചു വരണം. അതാണ് എൻ്റെ ശ്രമം ഇനിയും. അപ്പോൾ എന്തെങ്കിലും ജേർണലിസം വിൽ ഓൾവേസ് ബി എ പാഷൻ ഫോർ മീ. പിന്നെ ഒന്നുള്ളത് എൻ്റെ ഒരു പൂന ബോംബെ അനുഭവങ്ങളാണ്. അപ്പോൾ ഞാൻ 2004 പ്രത്യേകിച്ചും 2004-2005 സമയങ്ങളിൽ ഞാൻ പൂനെയിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ ഒരു മാസിക ഓൺലൈനായിട്ട് ഞാനിങ്ങനെ എവിടെയോ കണ്ടു. ആ മാസികയെക്കുറിച്ച് കമ്പ്യൂട്ടർ വഴി, ഇൻ്റർനെറ്റ് കഫേ വഴി സെർച്ച് ചെയ്തതാണ്. അപ്പോൾ ഞാനൊരു മ്യൂസിക് മാഗസിനുണ്ട്. അപ്പോൾ അത് ഞാൻ വരുത്താൻ തുടങ്ങി. അപ്പോൾ അത് നമ്മുടെ സൊസൈറ്റി വരും. അപ്പം അത് വന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസം ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് മ്യൂസിക് കമ്പനികളുടെ അഡ്രസ്സും
ഫോൺ നമ്പറും എല്ലാം തിരക്കി അവരെനിക്ക് പറഞ്ഞു തന്നു. ഞാൻ ഡയറിയെക്കുറിച്ച് എടുത്തു. അപ്പോൾ അങ്ങനെയാണ് ഒരു സംഭവം. അപ്പം അതിനുശേഷം സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സൽ മ്യൂസിക്കിൽ സെർച്ച് ചെയ്ത് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പക്ഷേ സെയിൽസിലാണ്. അപ്പം ഞാൻ അത് അവിടെ അപ്ലൈ ചെയ്തു. ഒരു സെക്കൻഡ്. ഹലോ, ഒന്ന് മേളിലോട്ട് വരാമോ? എവിടെ ഇപ്പോൾ? ദേവി കൃപയിലോ? ഒരു മിനിറ്റ്, ഞാൻ അങ്ങോട്ട് വരും. മേളിലോട്ടോ? ഏറ്റവും മുകളിൽ. അത് തന്നെ, ഏറ്റവും മുകളിൽ. ലിഫ്റ്റൊന്നുമില്ല. എന്നാ വേണ്ടി? കാലിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ വരാം. കാലിന് ബുദ്ധിമുട്ടുണ്ടോ? മേളോട്ട് വരാമോ? ഓക്കെ, താങ്ക് യു. സ്വിഗ്ഗിയുടെ ഓർഡറാണ്. അപ്പം ഞാൻ അപ്ലൈ ചെയ്തു. യൂണിവേഴ്സൽ മ്യൂസിക്കിൽ ജോലി കിട്ടി. ഇൻ്റർവ്യൂ കഴിഞ്ഞ് രണ്ടാമത്തെ പോസ്റ്റായിട്ടുള്ള ഇൻ്റർവ്യൂവും കഴിഞ്ഞു. ഹലോ മോനെ, വലതുവശത്താണ് ഡോറ. അവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടല്ലേ? മേളോട്ട് വരും. ഓക്കെ, സെക്കൻഡ് ഫ്ലോർ. ഞാൻ ഇവിടെ പുറത്ത് വയ്ക്കാം. ഓക്കെ. സോ ഇൻ്റർവ്യൂ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പൂനെയിൽ തിരിച്ചു വന്നു. പക്ഷേ എനിക്കൊരു 2 ആഴ്ചയ്ക്കുള്ളിൽ വളരെ ഒരു ട്രോമ പിടിച്ചൊരു സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. ഒരു ട്രോമ പിടിച്ച സംഭവം ഉണ്ടായി. അപ്പം ഒരാൾ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വന്നു, ഒരു വലിയൊരു ഒരു ഗുണ്ട. അപ്പോൾ ആ ഒരു സംഭവം. ഒരു സെക്കൻഡ്, ഞാനിപ്പോൾ വരും. ഓക്കെ, കാത്തിരുന്നതിന് നന്ദി. അപ്പം സോ ഇറ്റ് വാസ് ട്രോമ. സംബഡി ട്രൈ ടു ചേസ് മീ. ഞാൻ ഒരാളുടെ ഒരു പ്രോപ്പർട്ടി കൺസ്ട്രക്ഷൻ നടക്കുമായിരുന്നു. സോ ഞാൻ എന്നപ്പം അവിടെ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട്, പക്വതയില്ലായ്മ കൊണ്ട് അവിടെ മൂത്രം ഒഴിക്കാൻ ശ്രമിച്ചു. അയാളെന്നെ വാൺ ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളി എന്തോ വലിയ ബോസാണ് അവിടുത്തെ. പുള്ളിയുടെ പ്രോപ്പർട്ടിയാണ്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ജസ്റ്റ് ക്രോസ് ചെയ്തിലേക്ക് പോയിരുന്നു. അപ്പം ഞാൻ മൂത്രം ഒഴിച്ചു, എന്നിട്ട് റോഡ് ക്രോസ് ചെയ്ത് വന്നപ്പം ആക്ച്വലി അത് കഴിഞ്ഞിട്ട് ഞാനൊരു ലെഫ്റ്റ് സൈഡിൽ ഞാൻ എൻ്റെ മുന്നോട്ട് നടന്നു പോവാം. പുള്ളി മറാഠി, ഞാനും എന്തോ തെറി വിളിച്ചു. പുള്ളി ഇങ്ങോട്ട് എന്താ പറയുക, നമുക്ക് ദേഷ്യവും പേടിയൊക്കെ വന്നു. പേടി കൊണ്ട് തെറി വിളിച്ചു കേട്ടോ. എനിക്ക് അതിൻ്റെ അർത്ഥം പോലും അറിയത്തില്ല, വാക്കുകളുടെ അർത്ഥം പോലും അറിയത്തില്ല. അപ്പം ഒരു ലെഫ്റ്റ് സൈഡിൽ ഭയങ്കര കുഴിയാണ്, ഗർത്തമാണ്. അവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡ് ഇങ്ങനെ പോകും. അപ്പം അത് കഴിഞ്ഞിട്ടും ഞാൻ ഒന്ന് പെട്ടെന്ന് പുറകോട്ട് പോയപ്പോൾ ഒരു ടാറ്റ സഫാരി അവളെ ചേസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുക. അതൊരു ട്രോമ ആയിരുന്നു.
കാരണം എനിക്ക് പേഴ്സണലി അറ്റാക്ക് ഉണ്ടായി. ഒരു പുള്ളിയുടെ ഗുണ്ടകൾ നമ്മളെ ആക്രമിച്ചു. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഇൻ്റർനെറ്റ് കഫേയുടെ അടുത്ത് അവിടെ കുറേ പിള്ളേരായിരുന്നു, പൂനെയിലെ ലോക്കൽ പിള്ളേർ നമ്മളെ ആക്രമിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് പലരും വാണിംഗ് തന്നു, പുള്ളിയോടാണോ നീ ഏറ്റുമുട്ടാൻ പോകുന്നത്, നീ വലിയ ആളാണല്ലോ എന്നൊക്കെ ചോദിച്ച് നമ്മളോട് എടുത്ത് പറഞ്ഞു. അപ്പം നമ്മുടെ ഒരു മലയാളിയാരുടെ മുന്നിലും താഴ്ന്നു കൊടുക്കത്തില്ലായിരിക്കും, അതിൻ്റെ ഒരു ഇതായിരിക്കും. ഞാൻ ജനിച്ച നാട്ടിലും ഞാൻ ജനിച്ച വീട്ടിലെങ്ങനെ വളർന്നു, എനിക്ക് അതിൻ്റെതായിട്ടൊരു ചിലപ്പോൾ ഒരു ഈഗോ കാണും, അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് കാണും. നമ്മളവരുടെ മുന്നിലും ആരെയും വലിയ ബോസായിട്ടൊന്നും കാണാറില്ല. അപ്പോൾ എൻ്റെ ലാൻഡ് ലോഡ്, അപ്പോൾ ഞാനവിടെ എനിക്ക് 1 BHK ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഒരു ശാന്തമായ സ്ഥലമാണ്. അപ്പം വളരെ വാടക കുറഞ്ഞ എൻ്റെ ഹോസ്റ്റൽ ലാൻഡ് ലോഡ് എന്ന് പറഞ്ഞാൽ പുള്ളി ജസ്റ്റ് ഓപ്പോസിറ്റുള്ള ഒരു ഫ്ലാറ്റിലാണ് താമസിക്കും. പുള്ളി ഫാമിലി ഉണ്ട്, പുള്ളിയും ഉണ്ട്, പുള്ളിയുടെ വൈഫുണ്ട്, 2 പിള്ളേരുണ്ട്. അവരിപ്പോൾ വളർന്നു വലുതായി. അവർ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, നെടുകുന്നത്ത് നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളി പറഞ്ഞു നീ ഫ്ലാറ്റ് ഒഴിയണം. അപ്പം ഞാൻ പറഞ്ഞു ഓൾറെഡി പുള്ളി ഭയങ്കരമായിട്ട് ഞാൻ ഫ്ലാറ്റ് ഒഴിയുമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് വിശ്വാസമായില്ല. പിന്നെ ഞാൻ എൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കാണിച്ചു. അതിൻ്റെ നമ്മുടെ ക്യാമ്പസിൽ കോളേജിൽ അവർ ഫാക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ട്രോമ എന്നെ വിട്ടുമാറുന്നില്ല, നമ്മളെ വല്ലാതെ അഫക്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ പിന്നീട് ബോംബെക്ക് പോയി. ബോംബെ എന്ന് പറഞ്ഞാൽ നിതിൻ ഗഡ്കരി ഉണ്ടാക്കിയിട്ട് ഒരു സൂപ്പർ വഴിയുണ്ട്, എക്സ്പ്രസ് ഹൈവേ ഉണ്ട്. പുള്ളി അവിടുത്തെ മഹാരാഷ്ട്ര ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആയിരിക്കുന്നു. അപ്പം പൂനെയിൽ നിന്ന് ബോംബെക്ക് പോകുന്ന എപ്പോഴും ഒരു വോൾവോയിൽ വളരെ രസകരമാണ് ആയിട്ടുള്ള അനുഭവമായിരുന്നു എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാനവിടെ ഇറ്റ്സ് എ നൈസ് ഡ്രൈവ്, എക്സ്പ്രസ് വേ ആണ്, നല്ല രസമാണ് പോകാൻ. അപ്പം അത് കഴിഞ്ഞിട്ട് എൻ്റെ ജോലിയിൽ ഞാൻ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ജോലിയെല്ലാം ഓക്കെയാണ്, പക്ഷേ ഈ ട്രോമ വിട്ടുമാറുന്നില്ല. വല്ലാത്തൊരു എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ആയിരുന്നു ഞാൻ ആദ്യം താമസിച്ചത്. എൻ്റെ ഫ്രണ്ട് മംഗലാപുരംകാരനാണ്. അപ്പം റിസർവ് ബാങ്കിൻ്റെ ക്വാർട്ടേഴ്സിലുണ്ട്, അവിടെയാണ് ഞാൻ താമസിക്കുന്നത് ആദ്യം. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരാഴ്ച താമസിച്ചെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇൻ്റർവ്യൂവിന് വന്നപ്പോഴും അവിടെയാണ് താമസിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വന്നിട്ട് ഒരു ജേർണലിസ്റ്റിനെ കണ്ടു, ടൈംസ് ഓഫ് ഇന്ത്യയുടെ ശശി നായർ. പുള്ളി ടൈംസ് ഓഫ് ഇന്ത്യയുടെ ജേർണലിസ്റ്റാണ്. അവിടെ നമ്മുടെ VT സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ബിൽഡിങ്, പ്ലാനറ്റമിൻ്റെ ബിൽഡിങ്. പ്ലാനറ്റം ഒക്കെ അന്നുണ്ടായിരുന്നു. മ്യൂസിക് സ്റ്റോറാണ്, ഇപ്പോൾ ഇല്ല. നമ്മളൊക്കെ CD ആയിരുന്ന സമയത്താണ് ഞാൻ മ്യൂസിക് കമ്പനി ജോലി ചെയ്യുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞൊരു മലയാളി സമാജം ഹോസ്റ്റലിൽ എനിക്ക് ജോലി കിട്ടി. ഞാൻ ഈ താമസസൗകര്യത്ത് മലയാളികളുടെ ഹോസ്റ്റലാണ്, ശിവാജി പാർക്ക് ദാദറിനടുത്താണ്. നല്ല ഫുഡൊക്കെയാണ് ചേട്ടന്മാരുണ്ടാക്കുന്നത്. ഇപ്പോൾ ആ സംഭവമൊന്നും, ഇപ്പോൾ ആ കൺസെപ്റ്റൊക്കെ മാറി. എല്ലാവരും ഫ്ലാറ്റിൽ തന്നെയാണ് മലയാളികൾ, ബോംബെയിലുള്ളവരെല്ലാം. ഇപ്പം പണ്ട് ജോലിക്കും ഒക്കെ വേണ്ടി വരുന്നവരൊക്കെ ഇവിടെ താമസിക്കുന്ന പതിവാണ്. അപ്പോൾ ഞാൻ അവിടെ താമസിച്ചു. ഹോസ്റ്റലിലും ചെറിയ പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായി. റിമോട്ടിന് വേണ്ടി വഴക്ക് പിടിക്കുക. അന്ന് ടാറ്റ സ്കൈ ഒക്കെ ആദ്യം ലോഞ്ച് ചെയ്തൊരു സമയമായിരുന്നു. അപ്പോൾ പിള്ളേർ റിമോട്ടിന് വേണ്ടി വഴക്ക് പിടിക്കുന്നു. അപ്പോൾ എന്നെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കി. അത് വേറൊരു കാര്യം. പിന്നെ അത് കുറച്ചുകൂടി ദൂരെയുള്ളൊരു സ്ഥലത്താണ്. അപ്പം ഞാൻ മാട്ടുങ്കയിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ എനിക്കൊരു ജോലി പ്രശ്നമുണ്ടായി. എൻ്റെ ബോസ്, ഞാൻ ആരെക്കുറിച്ചും ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ പാടില്ലെന്ന് എൻ്റെ അടുത്തുള്ളൊരു സ്റ്റാഫ് എന്ന് പറഞ്ഞു.
പുള്ളിയെക്കുറിച്ച് ഞാൻ HR കംപ്ലയിൻറ്റ് ചെയ്തു. അതൊരു അപ്പം ആ പുള്ളി അവിടുന്ന് രാജിവെച്ചു പോയി. എൻ്റെ കുഴപ്പമല്ല, അവന് ഫീൽ ചെയ്തു. അതിൻ്റെ കുഴപ്പമാണോ? അപ്പോൾ അവന് രാജിവെച്ചു പോയി. അപ്പം അത് കഴിഞ്ഞിട്ട് തന്നെ ഇപ്പം അത് കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ബോസിൻ്റെ മുന്നിൽ നമ്മളെ ഒരു കടുകുമണി പുള്ളിക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല. ആ എംപ്ലോയി ജോലി വെച്ച് പുള്ളിയെ ബാധിച്ചു തോന്നുന്നു. അപ്പം അതിനുശേഷം എന്നാ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ബോസ് പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ മേലോട്ട് മാറും. മേലോട്ട് ക്രിയേറ്റീവ് ഫീൽഡ് അതായിരുന്നു ഞാൻ എടുക്കേണ്ട ഓപ്ഷൻ. അപ്പോൾ എനിക്ക് പുള്ളി ഒരു ഗുജറാത്തിയാണ്. അപ്പോൾ ഇത് ഓൾറെഡി 2002 ഒക്കെ കഴിഞ്ഞൊരു പീരീഡാണ്, 2005 ആണ്. അപ്പോൾ എനിക്ക് ഗുജറാത്തിൽ പോകാൻ പേടിയാണ്. എനിക്ക് അങ്ങനെ യാത്ര ചെയ്യാൻ താല്പര്യമില്ല. പിന്നെ അവിടുത്തെ ഓരോ സംഭവങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് പേടിയായിരുന്നു അങ്ങോട്ട് പോകാൻ. എനിക്ക് ദൂരമല്ലേ, നമ്മൾ ഇതുവരെയും പോയിട്ടില്ല. അപ്പം വല്ല ഗോവയെ പൂനെയൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് നോക്കായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ പോയില്ല. പിന്നെ നമുക്ക് ഓരോ പ്രാങ്ക് കോൾസ് വന്നു തുടങ്ങി ആ സമയത്ത്. എൻ്റെ പൂനെയിലെ ഡീൻ തന്നെ എന്നെ മാനസികപരമായിട്ട് തകർക്കാൻ ശ്രമിച്ചൊരു വ്യക്തിയാണ്. ആ പുള്ളി ജീവനോടെയില്ല. പുള്ളിയെ വിളിച്ചപ്പോൾ പുള്ളി മരിച്ചു പോയത് അയാൾക്ക്. അപ്പം പുള്ളി ആക്ച്വലി ഈ സ്പോൾഡ് മൈ ലൈഫ്. എന്നെക്കുറിച്ച് ആവശ്യമില്ലാത്ത അക്യൂസേഷൻസ് ഒക്കെ ഉന്നയിച്ചു. ഇത് നമ്മളൊരു മലയാളി, എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ടീനേജ് ലൈഫാണ്. നമ്മൾ ഈ പള്ളിയിലെ അച്ഛന്മാരും ഒക്കെ എന്തുകൊണ്ട് ഓരോ സ്കൂൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അവർ ഇപ്പം എല്ലാ കോളേജുകളും അവർ കോ എഡ്യൂക്കേഷനാക്കി. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുമിച്ച് പഠിക്കുക. അതങ്ങനെയായിരുന്നു സ്കൂളുകളിൽ വേണ്ടത്. എന്തുകൊണ്ട് എനിക്ക് സ്കൂളിൽ മിക്സഡ് സ്കൂളിലല്ല ഞാൻ പഠിച്ചത്. എനിക്ക് മിക്സഡ് സ്കൂളിൽ പഠിക്കണമെന്നുണ്ടായിരുന്നു. എൻ്റെ കൂടെ പഠിച്ച് എൻ്റെ കസിൻ ഇപ്പോൾ അച്ഛനായി. അവൻ ഓട്ടനാണ്, ചെറുക്കനാണ്. അവനെക്കുറിച്ച് പറയാൻ എനിക്ക് താല്പര്യമില്ല. അവനൊക്കെ സാഹചര്യത്തിൻ്റെ ഇതിൽ അങ്ങനെ ആയിപ്പോയി. സോ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ട്രോമയായിരുന്നു. ആ ടീനേജ് ലൈഫ് തന്നെ ഒരു ട്രോമയായിരുന്നു. കാരണം എൻ്റെ കസിനെ സംബന്ധിച്ചപ്പോൾ അവനും ഒത്തിരി മിസ്ഫോർച്യൂൺ ഉണ്ടായിരുന്നു അവൻ്റെ ജീവിതത്തിൽ. he lost one of his parents. So then again എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഒരു റബ്ബർ തോട്ടം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. ശരിക്കും പറയാം, അത് ചെറിയ റിമോട്ട് ആയിട്ടുള്ളൊരു സ്ഥലത്ത്. പക്ഷെ നമ്മുടെ അടുത്തുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് ഉണ്ടായിരുന്ന പയ്യൻ അവൻ്റെ വീട്ടിൽ ടോയ്ലറ്റ് പോയില്ല. അങ്ങനെ ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് കഷ്ടപ്പെടുന്നവരുണ്ടായിരുന്നു. അവരെയൊക്കെ ജീവിതമൊക്കെ ആലോചിച്ച് ഓക്കെ, നമ്മൾ ഓക്കെയാണ്. പക്ഷെ നമ്മൾ അത് കമ്പയർ ചെയ്യേണ്ടത് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. നമ്മുടെ ഈ CBSE സ്കൂളുകളിൽ തന്നെ ഇപ്പം പഠിപ്പിക്കുന്നത് എന്തായാലും ചുമ്മാ കണക്ക് മാത്രം പഠിച്ചാൽ മതി. നമ്മുടെ സ്കൂളുകളിൽ നല്ല ആർട്ടിസ്റ്റുകൾ ഉണ്ടാവണം. നമ്മുടെ സ്കൂളുകളിൽ നല്ല സ്പോർട്സിൽ ഉള്ള ആൾക്കാരുണ്ടാവണം. ഒളിമ്പ്യൻസ് ഉണ്ടാവണം. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി ചെയ്യേണ്ടത് സ്പെഷ്യൽ ട്രെയിനിങ്, സ്പെഷ്യൽ കോച്ചിങ് നമ്മൾ ഉണ്ടാകണം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം സപ്പോസ് ഞാൻ പൂനെ ആ ജോലി പെട്ടെന്ന് പോയി കേട്ടോ. മ്യൂസിക് കമ്പനിയിലെ ജോലി 2 മാസം, കറക്റ്റ് 2 മാസം. അത് കഴിഞ്ഞിട്ട് 2 മാസം ഞാൻ മാട്ടുങ്ങയിലാണ് താമസിക്കുന്നത്. പറഞ്ഞ് മാട്ടുങ്ങയിൽ നിന്ന് ബാന്ദ്ര ബസ്സിൽ ഇറങ്ങാൻ കുറച്ച് താമസമുണ്ട്. അപ്പോൾ ഞാനന്ന് ലാസ്റ്റ് ഡേ ആണ്, അന്നും കൂടെ ഫ്രൈഡേയും കൂടെ നോക്കുമെന്ന് പറഞ്ഞു. അന്ന് ലേറ്റായിട്ട് വന്നാൽ എനിക്ക് ജോലി പോയെന്ന് പറഞ്ഞു. അന്ന് ഞാൻ എണീറ്റു, മാട്ടുങ്ങയിൽ പുട്ടും കടലയും കഴിച്ചു. സ്വല്പം കഴിച്ചുള്ളൂ. ബാക്കി അവിടെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ടാക്സി പിടിച്ചു. ഇടയ്ക്ക് ഒരു പേന മേടിക്കാനായിട്ട് നിർത്തി. നമുക്ക് അന്ന് ഞാൻ എങ്ങനെയെങ്കിലും നമ്മളവിടെ എത്തണം ബിഫോർ 9:45 PM.
എന്നെ എടുത്ത HR-ലെ ഒരു ലേഡിയാണ്. പുള്ളിക്കാരി ബംഗാളിയാണ്. പക്ഷേ എൻ്റെ കോളേജ് മുഴുവൻ എനിക്ക് ബംഗാളികളാണ് ഏറ്റവും മോശമായിട്ടുള്ള അനുഭവം തന്നിട്ടുള്ളത്, എൻ്റെ ഡീൻ ഉൾപ്പെടെ ആൾക്കാരെല്ലാം. So he spoiled my life here. He wasted my parents' life with dreams. So എനിക്ക് പുള്ളിയുടെ മേൽ എൻ്റെ ഒരു ശാപമായിരിക്കും, എൻ്റെ ഫാമിലിയുടെ ഒരു ശാപമായിരിക്കും. സോ എനിക്കൊരു നല്ലൊരു ടീനേജ് ലൈഫ് ഉണ്ടായില്ല. I should have studied in a co-ed school. I don't have any good friends. I don't have any female friends. ഇപ്പം നമ്മൾ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ വെബ് സീരീസില്ലേ നെറ്റ്ഫ്ലിക്സിലുള്ള, അതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ ഇറ്റ്സ് സംതിങ് എല്ലാവരും എഫക്റ്റ് ചെയ്തൊരു കാര്യമാണ്. അപ്പം ഞങ്ങളുടെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ അടുത്തൊരു സ്കൂളുണ്ടായിരുന്നു, പിന്നെ ചങ്ങനാശ്ശേരിയിലൊരു സ്കൂളുണ്ടായിരുന്നു. അവിടെയൊക്കെ പഠിച്ചാൽ മതിയായിരുന്നു. ഇങ്ങനെ കോവിഡ് സ്കൂൾ തന്നെ ഉണ്ടായിരുന്നു, അത് പഠിച്ചാൽ മതിയായിരുന്നു. ഞങ്ങൾക്ക് എൻ്റെ സംബന്ധിച്ച് 9th സ്റ്റാൻഡേർഡ് 9ാം ക്ലാസ് ഭയങ്കര മോശം വർഷമായിരുന്നു. സോ ഞാൻ 9ാം ക്ലാസ്സിന് ശേഷം സാറിനെ കൊണ്ട് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ നാട്ടിലോട്ട് തന്നെ, ഞാൻ ചങ്ങനാശ്ശേരിയിലെ പഠിച്ചത്, ഞാൻ എൻ്റെ നാട്ടിലോട്ട് തന്നെ മാറി 10ാം ക്ലാസ്സിന് വേണ്ടി. അത് കഴിഞ്ഞ് ഓക്കെ. പക്ഷേ കോളേജിൽ പോകുമ്പോഴാണ് നമുക്കൊരു നല്ല ലൈഫ് കിട്ടുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം SP കോളേജ് വളരെ നല്ലതായിരുന്നു. അവിടെ ഒത്തിരി നല്ല കാര്യങ്ങൾ, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നു, ഒരു എലക്യൂഷൻ കോമ്പറ്റീഷൻ, ഡിബേറ്റ് കോമ്പറ്റീഷൻ, we had youth parliament, we became youth parliament champions in the university. അതൊക്കെ ഒത്തിരി നല്ല ഓർമ്മകളായിരുന്നു. കുറേ നല്ല ഫ്രണ്ട്സ് അസംഷൻ കോളേജിൽ നിന്ന് കിട്ടും. അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവർ പുറത്തൊക്കെ വളർന്നവരാണ്. നമ്മുടെ പ്രവാസികൾ എനിക്ക് തോന്നുന്നു അവർക്ക് കുറച്ചുകൂടെ, അവർക്ക് മക്കൾക്ക് കുറച്ചുകൂടെ നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. വാട്ട് ലൈഫ് ഈസ്. എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ പപ്പ ഒരു ഫാമറായിരുന്നു, ഒരു അഗ്രികൾച്ചറിസ്റ്റ് ആയിരുന്നു. എൻ്റെ അമ്മ she had a lot of dreams about me. But that puts pressure on me. I always try to please her. But ഇത് സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട് പിള്ളേരുടെ. ഇപ്പം പേരൻസിന് ഓരോ എക്സ്പെക്റ്റേഷൻ ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ, in the long term it puts you want to be ambitious, you want to achieve certain goals so that they can be proud. ഇപ്പോൾ എനിക്ക് ആരെയും പ്ലീസ് ചെയ്യാൻ എൻ്റെ പേരൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ I have some dreams. So leaving Bombay after losing the job, വീട്ടിലോട്ട് എന്തോ DVD പ്ലെയർ ഏതാണ്ട് മേടിച്ചു അയച്ചു കൊടുത്തു. അത് അവർ പറഞ്ഞ വിലയ്ക്ക് തന്നെ ഞാൻ മേടിച്ചു. ബോംബെ അവർ മലയാളി ചേട്ടന്മാരാണ്. അത് ഒറിജിനൽ സാധനമായിരിക്കില്ല ചിലപ്പോൾ, പക്ഷേ ഇറ്റ്സ് എ DVD പ്ലെയർ. ഞാൻ അത് മേടിച്ച് വീട്ടിലോട്ട് അയച്ചു കൊടുത്തു. പക്ഷേ എൻ്റെ കാശെല്ലാം പെട്ടെന്ന് തീർന്നു. അപ്പോൾ എൻ്റെ ജോലി പെട്ടെന്ന് പോയി. സോ മൈ നെക്സ്റ്റ് സാലറി ഈസ് സപ്പോസ് ടു കം ഓൺ 15th. ഞാൻ അതുവരെ എങ്ങനെയോ മാട്ടുകയിൽ പിടിച്ചു. എന്നെ ഹോസ്റ്റലിൽ തിരിച്ചെടുത്തു, ഒരു പ്രാവശ്യം തിരിച്ചെടുത്തെന്ന് തോന്നുന്നു. പ്രോബ്ലം I was always on the losing side. So എനിക്ക് തോന്നുന്നു യൂണിവേഴ്സൽ മ്യൂസിക്കിൽ ആ ക്രിയേറ്റീവായിട്ടുള്ള ഓപ്ഷൻ പുള്ളി പറഞ്ഞെടുത്തിരുന്നെങ്കിൽ, ആ ജോലി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ I would have been much better now. പക്ഷേ നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെടുന്നതോടെ നമ്മൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുക, നമ്മൾ എക്സൽ ചെയ്യാൻ ശ്രമിക്കും. ഇപ്പം ഞാൻ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ ഒരു 2 മാസം ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും, പക്ഷേ I do so many things. I try to learn so many things about music industry now. Try to get back that job. They were not accepting me. Now I have to search. ഇപ്പോൾ ഇത് പുതിയൊരു ട്രെൻഡാണ്. ഞാൻ ലാസ്റ്റ് ടൈം I left that place, there was a person who was in charge of Google in our company. കാരണം
അന്നപ്പം ഇറ്റ്സ് മ്യൂസിക് ഇൻഡസ്ട്രി യൂട്യൂബ് ജസ്റ്റ് വന്നേ ഉള്ളൂ. പക്ഷേ അവർ ദേ സീ എ ലോട്ട് ഓഫ് പോസിബിലിറ്റീസ്. യൂട്യൂബിൽ കൂടെ മ്യൂസിക് യൂട്യൂബ് വാസ് ജസ്റ്റ് ലോഞ്ച് ഇൻ 2005 ഐ ഗെസ്. പക്ഷെ അന്നപ്പോഴത്തേക്കും അവിടെ ഒരു ആളെ അവിടെ നിയമിച്ചു, യൂണിവേഴ്സൽ മ്യൂസിക് അവിടെ നിയമിച്ചു. ഹിസ് നെയിം ഇസ് ചൈതന്യ പ്രഭു ഐ ഗെസ്. ഹി ഈസ് സംവെയർ എൽസ്. എന്താണേലും അത് നല്ലൊരു ഓപ്ഷനാണ്. നമ്മൾ ഗൂഗിളിൽ കൂടെ മ്യൂസിക് ഇപ്പോൾ ഇറ്റ്സ് ഓൾ ഇൻ്റർനെറ്റ്. ശാസ്ത്രം ഉണ്ട്, യൂട്യൂബ് മ്യൂസിക് ഉണ്ട്. So I listen to a lot of music and get to know about a lot of musicians, history and all that. Before joining there, I was not aware of anything in the music industry or English music. Now I have become a music fan. Now I listen to a lot of different varieties of music. ഇന്ന് ഞാൻ മുഴുവൻ ഫ്രഞ്ച് മ്യൂസിക് കുറച്ച് കേൾക്കുമായിരുന്നു. പിന്നെ നമ്മൾ എല്ലാ വിധത്തിലുള്ള മ്യൂസിക്കും കേൾക്കും. പിന്നെ now I have to get back that job somehow. I mean, get back to music industry or launch some business in the music industry. പിന്നെ journalism was also പിന്നെ അതല്ല ഞാൻ പറഞ്ഞത്. So after leaving Pune, I came to Kerala. I got a job in Kottayam. Then my interest was buying an unicorn bike. That was my dream. Kottayate jolly, it was for fashion design entrance coaching academy. So it didn't work. See, all these അവിടെ ജോലി ചെയ്യുമ്പോൾ അവർ ഇപ്പം നമ്മൾ പേഴ്സണൽ ഇമെയിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അവർ വന്ന് നോക്കും, അവർ കംപ്ലയിൻറ്റ് ചെയ്തു. ഐ ക്യാൻ സീ ഓൾ ദിസ് സീ യൂസ്. ഇപ്പോഴത്തെ ജെൻസിയെ വെച്ച് നോക്കുകയാണെങ്കിൽ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് നല്ലൊരു എൻവയോൺമെൻറ്റ് വേണം ജോലിക്കൊക്കെ എപ്പോഴും. ഐ വാണ്ട് ഗുഡ് കമ്പനീസ്. നല്ല കമ്പനികൾ വേണം നമ്മുടെ നാട്ടിൽ. എന്നാലേ നമ്മുടെ സ്റ്റാഫിനൊക്കെ അത് നല്ല രീതിയിൽ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് വേണം എല്ലാ എല്ലാ സ്റ്റാഫിൻ്റെ കേസിലും. അപ്പം ആഫ്റ്റർ ലിവിങ് പുനെ ഐ ഗോട്ട് യൂണിക്കോൺ ആഫ്റ്റർ 1 year. 2006 ഞാൻ യൂണിക്കോൺ ബൈക്ക് മേടിച്ചു. അപ്പോൾ എനിക്ക് HDFC സ്റ്റാൻഡേർഡ് ലൈഫിൽ ജോലി കിട്ടി. പക്ഷേ I couldn't prove myself. I was not good in sales. Insurance ഏജൻസിയൊന്നും റിക്രൂട്ട് ചെയ്യാനൊത്തില്ല. സോ എൻ്റെ ആ ജോലി 2 മാസത്തിനുള്ളിൽ പോയി. ബട്ട് ദേ ഗേവ് മീ what യൂണിവേഴ്സൽ മ്യൂസിക് ഡിഡൻറ്റ്. യൂണിവേഴ്സൽ മ്യൂസിക് ജോലി പോയപ്പം സപ്പോസ് ടു ഗിവ് മീ 2 months allowance, 2 months salary. പക്ഷേ HDFC Standard Life was a good company. They gave me 2 months salary extra. And with that money I bought some nice clothes. Before losing that money job, I got the bike. Everything was completed. And I bought some nice footwear and for my papa, dad. But he was not ready to wear. അതാണ് പപ്പയുടെ പ്രശ്നം. പുള്ളി എന്ത് നമ്മൾ നല്ല കാര്യം കൊണ്ടുവന്നാലും പുള്ളി നല്ല ഫുഡ് വെയർ മേടിച്ചാലും പുള്ളി അവസാനം ഈ പാരകൻ്റെ കറുത്ത ചപ്പൽ പുള്ളി ഉപയോഗിക്കുക. അതാണ് ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഓർഡിനറി ടൈപ്പ് ഓഫ് ചപ്പൽ. സോ ഹി വാസ് വെരി I don't know why he didn't enjoy my life actually. I feel I have a lot of sympathies. I mean, soft corner. I love my father more than my mother. Yes, my mother tried all this, but I like my father because I could see the struggle he was going through. He had so much of love for me, so I admire my father so much. So I lost both of my parents in 2017.
this thing, yeah, after losing that job also, I tried what should I do with my life. Then I could see I wanted to go to Hollywood. ഹോളിവുഡിൽ പോകണമെന്നാണ് ആഗ്രഹം. ഇപ്പോഴും അതാണ് ആഗ്രഹം. എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ പാരീസ്. ഇവിടെ തന്നെ താമസിക്കണം, അല്ലെങ്കിൽ ഇവിടെ തന്നെ താമസിക്കണമെന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ഇന്ത്യയെക്കുറിച്ച് കുറച്ച് ബോറടിച്ച് ഇരിക്കുകയാണ്. കേരളത്തിൽ താമസിച്ചതിനെ മതിയായി. ബിക്കോസ് വി ഷുഡ് ഹാവ് ലോട്ട് ഓഫ് മണി. പൈസ ഉണ്ടാക്കി നമ്മൾ ഇന്ത്യ മുഴുവൻ കറങ്ങണം. മൂന്നാർ പോകണം. മൂന്നാർ ഞാൻ പോയിട്ടില്ല ഇതുവരെ. മൂന്നാർ പോകണം ആദ്യം. പിന്നെ അങ്ങനെ ഒരു ഊട്ടി പോകണം. ഊട്ടിയിൽ ഒരു റേസ് കോഴ്സ് ഉണ്ടായിരുന്നു, പക്ഷെ അത് നമ്മൾ ക്ലോസ് ചെയ്തു. സോ ഐ വോണ്ട് ടു വിസിറ്റ് ഓൾ ദീസ് ഗുഡ് പ്ലേസസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഐ വാണ്ടഡ് ടു ഗോ ടു ഹോളിവുഡ്. ദാറ്റ് ഈസ് സ്റ്റിൽ ദ തിങ്. പക്ഷേ നമ്മൾ ഹോളിവുഡിൽ പോയാൽ, ചുമ്മാ പോയാൽ, nobody will accept you. I'm not talking about the movie industry, okay? I'm talking just about the lifestyle or the people around, the quality of people we could see there. ഇപ്പോൾ ഒന്ന് പാരീസിൽ പോകണം, ദാറ്റ് ഈസ് ഓൾസോ എ ഡ്രീം. സിഡ്നി പോകണം, ഒരു ഡ്രീമാണ്. ലണ്ടൻ, UK, ഇംഗ്ലണ്ടിൽ പോകണം. I think England, the English people, they are the best in enjoying life. നമ്മൾ പിയേഴ്സ് മോഗൻ എന്ന് പറഞ്ഞൊരു ജേർണലിസ്റ്റ് ഉണ്ട്. പുള്ളിയുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലൊക്കെ കയറി ചെക്ക് ചെയ്താൽ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. സോ ദാറ്റ് ഈസ് ഓൾസോ, ഐ തിങ്ക് ഇംഗ്ലീഷ് പീപ്പിൾ എൻജോയ്സ് ലൈഫ് ദ ബെസ്റ്റ്. നമ്മൾ ഓരോ നിമിഷവും എൻജോയ് ചെയ്യണം. ഓരോ കാര്യത്തിലും ഫൈൻഡ് ജോയ് ഇൻ ലിറ്റിൽ തിങ്സ്, ഗുഡ് ഫുഡ്. സോ I'll tell you about Hollywood Hobbies, which I want to launch. അവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വലിയ വലിയ സ്പോർട്സ് പേഴ്സണെ, ടെന്നീസിൽ ഒന്നാമത് വരുന്നവരെ പറ്റി നമ്മൾ ടെന്നീസിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാർ, 1, 2, 3 റാങ്ക്സ്, അവരൊക്കെ ഏറ്റവും നല്ല അക്കാഡമീസിൽ പോയിട്ടുള്ളവരാണ്. F1-ലുള്ളവരും അങ്ങനെ തന്നെ. സോ പിന്നെ ഹോളിവുഡിലുള്ള ആക്ടേഴ്സ്, ആക്ട്രസസ് അക്കാഡമി അവാർഡ്സൊക്കെ വിൻ ചെയ്യുന്നവർ. സോ അവർക്കൊക്കെ സ്പെഷ്യൽ ട്രെയിനിങ് ചെറുപ്പത്തിൽ വളരെ സ്കൂളിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. സ്കൂളിൽ തന്നെ, അല്ലെങ്കിൽ സ്കൂൾ ടൈമിൽ തന്നെ പേരൻസ് കൊടുത്തിട്ടുണ്ട്. വേറെ അക്കാഡമി, ഹോബി സ്കൂൾ പോലെയുള്ള, ഞാൻ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഹോബി സ്കൂൾ പോലെയുള്ള സംഭവത്തിൽ. അപ്പം അവിടെ they must have studied in popular cities, അവിടെ ശരിക്കുള്ള മൂവി ഇൻഡസ്ട്രിയിലും ടെന്നീസിനും ഉള്ള മ്യൂസീഷ്യൻസൊക്കെ വന്ന് ചെക്ക് ചെയ്യും. they scored for all these talent. So it's a big advantage if you study in Paris. അങ്ങനെയുള്ള നല്ല പ്രൈവറ്റ് സ്കൂളിംഗ് ഒക്കെ വേണം, പ്രൈവറ്റ് കോച്ചിങ് അക്കാഡമീസ്, എലൈറ്റ് അക്കാഡമീസ്. അതാണ് നമ്മുടെ ഇന്ത്യ നീഡ്സ് ടു ഡെവലപ്പ് ഇറ്റ്സ് ഹ്യൂമൻ ക്യാപിറ്റൽ. ഇത്രയും നമ്മൾ 150 കോടി ജനങ്ങളുണ്ട്. അവർക്കൊക്കെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീസ്. വി കനോട്ട് അഫോർഡ് വൺ തിങ്, വി കനോട്ട്, വി ഡോണ്ട് ഹാവ് മണി മേ ബി. അപ്പോൾ നമ്മൾ ചെറുപ്പകാലം നല്ലതായിരിക്കും. നമ്മൾ സ്കിൽസാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് നമ്മൾ ഓരോ 10,000 hours ഓഫ് പ്രാക്ടീസ്, അതാണ് അതിൻ്റെ സീക്രട്ട് എന്ന് തോന്നുന്നു. നമ്മളൊരു 10,000 മണിക്കൂർ ഒരു സ്കില്ല് പഠിച്ചാൽ പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ ഭാവി തെളിയും. ഏറ്റവും ബിഫോർ 16 years, before 15 years you do it, you have an advantage in compared to other people. So നമ്മൾ സംഗീതത്തിലാണെങ്കിലും സിനിമയോ തിയേറ്ററോ അഭിനയം, നാടകത്തിലൊക്കെ ഉള്ള അഭിനയം, സ്റ്റേജ് ഡയറക്ഷൻ, ഫോട്ടോഗ്രാഫി, സിനിമാറ്റോഗ്രാഫി,
മ്യൂസിക് സ്കിൽസ്, ഇൻസ്ട്രുമെൻറ്റ് സ്കിൽസ്, എനിക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വായിക്കാനുള്ള കഴിവ്, പിന്നെ സ്കൾപ്ചർ, ശില്പങ്ങൾ ഉണ്ടാക്കാൻ, പിന്നെ പടം വരയ്ക്കാൻ, പാട്ട് പാടാൻ, ഇതൊക്കെ ഭയങ്കര കഴിവാണ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു എനിക്ക് മനസ്സിലായത് എനിക്ക് ഗോവയിൽ ചെന്നതിന് ശേഷമാണ്. എൻ്റെ ഗോവ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അത് 2015 നടത്തിയൊരു ട്രിപ്പാണ്. അത് because my parents were in the old age home, or they hospitalized in the old age home, so I was left with no money. I didn't have any money at all. Then my cousin gave some money to me, and very little money, 6,000 rupees something. And my cousins supported me. Two cousins supported me for some time. And I traveled to Bangalore first. Traveled to Bangalore. From there I made a Pune trip. From there I came back to Goa because my cousin was there. He was a judge. So I was expecting, എൻ്റെ പ്ലാൻ ഇതായിരുന്നു, ഞാൻ ഗോവയിൽ പോയിട്ട് അവിടെ എന്തെങ്കിലും ഒരു ബിസിനസ് ലോഞ്ച് ചെയ്യും. അത് അതിൻ്റെ വരുമാനം കൊണ്ട് എൻ്റെ പേരൻസിനെ ഞാൻ കേരളത്തിൽ നിന്ന് ഗോവയിൽ കൊണ്ടുവരും. അവിടെ ഗോവയിൽ എന്തെങ്കിലും ഓൾഡ് ഏജ് ഹോമിൽ അവിടെ താമസിക്കും. അതായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ that plan didn't work out because I didn't have any skills and I had to work for accommodation. So that was tough. പക്ഷേ I kept on going to Goa and Kerala, traveling between Goa and Kerala between 2015 and to 2017 July. So 2017 July I lost my dad, the early part of July. So after that I was almost completely in Kerala except going back there once or twice into Goa. So Goan people, they try to use me. they have their pain points. So solely നമ്മളെ യൂസ് ചെയ്തിട്ട് കാര്യമില്ല. I don't want to work for cheap accommodation or cheap money. You should build skills, then business. നമ്മുടെ രണ്ട് തരത്തിലുള്ള വരുമാനമേ ഉള്ളൂ. അതായത് ഹോളിവുഡിൽ പോയി ജീവിക്കാനും പാരീസിൽ പോയി ജീവിക്കാനും, എവിടെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റികളിൽ പോയി താമസിക്കണമെങ്കിൽ നമുക്ക് നല്ല സ്കിൽസ്, നല്ല ഹൈലി എഫിഷ്യൻറ്റ് സ്കിൽസ് ഉണ്ടാവണം. അത് ഭക്ഷണം പാചകം ചെയ്യുന്ന ഷെഫുമാരാവട്ടെ, ബേക്കറി സാധനങ്ങൾ ഉണ്ടാക്കുന്ന പേസ്ട്രി ഷെഫുമാരാവട്ടെ, ബരിസ്റ്റകൾ എന്നാ ചെയ്യുന്നത്, കോഫി ഉണ്ടാക്കുന്ന ബരിസ്റ്റകളാവട്ടെ, അല്ലെങ്കിൽ bartenders make cocktails, all these things. Here also in Kerala also you can find. So that അങ്ങനെ ഒത്തിരി സ്കിൽസ് ഉണ്ട്. പിന്നെ ശില്പങ്ങൾ ഉണ്ടാകുന്ന ശില്പിമാരാവട്ടെ, പള്ളിയിൽ പാട്ട് പാടുന്ന അല്ലെങ്കിൽ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്ന ആൾക്കാരില്ലേ, അതൊക്കെയാണ് ഓരോ സംഭവം. പിന്നെ നമ്മൾ നമ്മുടെ കേരളത്തിൽ നിൽക്കുമ്പം കേരളത്തിലെ കലകളെക്കുറിച്ച് പഠിക്കണം. ചെണ്ട വായിക്കാൻ പഠിക്കുന്ന ഒരു സ്കില്ലാണ് അത്. പക്ഷേ നമ്മുടെ വീട്ടുകാർ നമ്മളെ കളിയാക്കുമായിരിക്കും. ഞാൻ അന്തിപത്രം വിറ്റ് ഒരു 2-3 ദിവസം നടന്നിട്ടുണ്ട്. കാരണം ഞാൻ ഈ ആലപ്പുഴയിലെ ജോലി പോയപ്പം എൻ്റെ അടുത്ത ഒരു ടൗണിൽ ഒരു ചിട്ടി നടത്തുന്ന ചേട്ടനുണ്ടായിരുന്നു. പുള്ളിക്ക് ഇതിൻ്റെ ഏജൻസി ഉണ്ട്. ഞാനിതിൻ്റെ രണ്ടിൻ്റെ ഏജൻസി, 2 പത്രങ്ങളുടെ ഏജൻസി, ഈവനിങ് പേപ്പറിൻ്റെ ഏജൻസി എടുത്തു. അത് ഞാൻ വിൽക്കാനായിട്ട് ഒരു പയ്യനെ നിർത്തി. ആ പയ്യൻ എന്തോ ഒരു ദിവസം അവധി എടുത്ത് പോയി. അന്നപ്പോൾ ഞാൻ 2-3 ദിവസം ഇങ്ങനെ ചെയ്തു. അപ്പം നമ്മുടെ നാട്ടുകാർക്ക് ഇതിനെക്കുറിച്ച് എന്നാ അറിയും. പിന്നെ ഇവൻ്റെ മക്കളൊക്കെ ഇപ്പം പ്രൊഫസർമാർ ആണ് എൻ്റെ വീട്ടിൽ കൂടുതലും. ഇവർക്ക് വലിയ ഹൈ സ്റ്റാൻഡേർഡ്സ് കോംപ്ലക്സ് ആണ്. പക്ഷെ
ഒരു ബ്രെയിൻ ഉണ്ട്, ബുദ്ധി ഉണ്ടായിരിക്കും, പക്ഷേ അത് ദേ തിങ്ക് ദേ ആർ സംബഡി സുപ്പീരിയർ. ഒന്നുമല്ല. അവർ പറയും അവരുടെ മക്കൾ തന്നെ ചിലപ്പം വിദേശത്ത് പോയി ഇതിലല്ല ഇതിൻ്റെ മോശമായിട്ട് ജോലി ചെയ്ത് കാണും. അപ്പോൾ അതിലൊന്നും കാര്യമില്ല. എല്ലാ ജോലിക്കും എല്ലാ തൊഴിലിനും നമ്മൾ അത് ചെയ്യണം, അത് ചെയ്ത് പഠിക്കണം. അപ്പോൾ നമ്മൾ അത് വേറെ കാര്യം. അപ്പോൾ നമ്മൾ തലമുടി വെട്ടുന്ന ഹെയർ സ്റ്റൈലിസ്റ്റ്, അതൊക്കെ ഒരു കുഴപ്പമില്ല. നമ്മൾ ഏതെങ്കിലും ഒരു സ്കില്ലുണ്ടായാൽ മതി. അതിൽ നിന്ന് നമ്മൾ വരുമാനം ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൾ കേരളത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്, കേരളത്തിൽ തന്നെ താമസിക്കുക, വിദേശത്തൊരു ട്രിപ്പ് പോവുക ഇടയ്ക്കൊക്കെ, അല്ലെങ്കിൽ നമ്മൾ കേരളത്തിൽ തന്നെ മൂന്നാറിന് ട്രിപ്പ് പോവുക, അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശോ ഊട്ടിയോ അങ്ങനെയൊക്കെ പോവാം. സോ അതൊക്കെ ഒരു കഴിവാണ് കേട്ടോ. നമ്മൾ നമ്മുടെ കഴിവിൽ ഉറച്ച് നിൽക്കുക. ആകാശത്തിൽ കൂടെ പറക്കുന്ന പക്ഷികൾ അവരുടെ ചിറകിലല്ലേ അവരുടെ ആത്മവിശ്വാസം, അല്ലാതെ വേറെ ഒന്നുമല്ലോ. നമ്മുടെ കഴിവുകളിൽ നമ്മൾ വിശ്വാസം അർപ്പിച്ച് അതിൽ നിന്നുള്ള വരുമാനത്തിൽ ജീവിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിക്കുക. പാരീസിൽ പോയാൽ എങ്ങനെ ജീവിക്കാം, അവിടെയുള്ള നമ്മുടെ ഡിപ്ലോമ അവിടെ റെക്കഗ്നൈസ്ഡ് ആണോ, അത് വേറെ ക്വസ്റ്റ്യൻ. പക്ഷേ നമ്മൾ കൂടുതലും അവിടെ പോയി എന്തെങ്കിലും സ്കിൽസ് വേണം. അതിൽ നമ്മളൊരു 2000-3000 മണിക്കൂറെങ്കിലും അത് പ്രാക്ടീസ് ചെയ്ത് നല്ലൊരു, ശരിക്കും വേണ്ട 10,000 മണിക്കൂറാണെന്നാണ് പറയുന്നത്. നമ്മൾ വി നീഡ് ടു പ്രാക്ടീസ് എ സ്കിൽ ഫോർ 10,000 hours. only then we'll become good at that. അങ്ങനെയാണ് വരുമാനം ലഭിച്ചു തുടങ്ങുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾ യു ആർ ഗുഡ് ഇൻ റൈറ്റിംഗ് സ്റ്റോറീസ്. എന്നെ സംബന്ധിച്ച് ഐ ആം ഗുഡ് ഇൻ റൈറ്റിംഗ് സ്റ്റോറീസ്, പ്ലോട്ട്സ്, പിന്നെ പക്ഷേ നോട്ട് ഇൻ മേക്കിംഗ് ഇറ്റ് എ നോവൽ ആൻഡ് ഓൾ ദാറ്റ്. I like the idea. I can write the idea, an outline, summary of the story, that's all. At the moment I need to read more novels, more books to become a good writer technically. ഓക്കെ, അപ്പോൾ ഞാൻ ഇതുകൊണ്ട് നിർത്തുവാണ്. അതുകൊണ്ട് നമ്മൾ പുതിയ സ്കിൽസൊക്കെ പഠിച്ച് എവിടെയെങ്കിലും പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും ബിസിനസ്സൊക്കെ തുടങ്ങണം. അപ്പം ബിസിനസ് തുടങ്ങുന്നത് വേറൊരു പോയിൻ്റാണ്. നമ്മളോരോ ലൈസൻസൊക്കെ എടുക്കുക, അതിൽ പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം. വിതൗട്ട് പ്രോഫിറ്റ് നോ ബിസിനസ് വിൽ ബിക്കം സക്സസ്ഫുൾ. പ്രോഫിറ്റബിൾ സെയിൽസ്. ഓക്കെ, അപ്പം കൂട്ടുകാരെ പിന്നെ കാണാം. ബൈ ഫോർ നൗ. പിന്നെ നമ്മൾ വേറൊരു കാര്യം പറയാം. നമ്മളെ ഈ വിദേശ ഭാഷകളൊക്കെ പഠിക്കുന്നതല്ല. ഉദാഹരണം ഫ്രഞ്ചും ഒക്കെ പഠിച്ച് നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ ഏതെങ്കിലും മലയാളിക്ക് നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും അവർ നമ്മുടെ കാര്യം ഒന്ന് ചവിട്ടുമോ, അല്ലെങ്കിൽ നമുക്ക് സീറ്റ് കിട്ടാതെ തിരിക്കുമ്പോൾ നമ്മുടെ ഫ്രസ്ട്രേഷനൊക്കെ തീർക്കാൻ വേണ്ടി ഈ ഫ്രഞ്ചിലൊരു തെറി കുളിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അവർക്കും ഒന്നും മോശമായിട്ട് തോന്നത്തില്ല. നമ്മളൊരു ഫ്രഞ്ചിലൊരു വാക്ക് പഠിക്കുകയും ചെയ്യാം. അപ്പോൾ പഠിക്കാനിരിക്കുന്നേ ഉള്ളൂ, ഇപ്പോൾ ഒന്നും അറിയത്തില്ല. ഓക്കെ, ബൈ, സീ യു ദാറ്റ്. ഓക്കെ, ബൈ.